നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടുന്ന ആൾക്കാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ജോലിയിൽ, തൊഴിൽ ഇടങ്ങളിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇടങ്ങളിൽ, അല്ലെങ്കിൽ ദൈനംദിനം അല്ലാതെയുള്ള ഇടങ്ങളിൽ ഒക്കെയും പൊതു ഇടങ്ങളിലൊക്കെയും നമുക്ക് ധാരാളം ആളുകളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്, പാടെയോ അല്ലെങ്കിൽ പകുതിയായോ ഭാഗികമായോ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിറയെ പേർക്ക് ആളുകളെല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും, സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കളയും, സമാധാനം നഷ്ടപ്പെടുത്തിക്കളയും. അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇന്ന് പറയുക. ഒന്നാമത്, വിമർശിക്കുന്ന ആളുകൾ. സാധാരണ വിമർശനം വളരെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരികയും നമ്മളെ തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ് വിമർശകർ. എന്നാൽ തകരണം എന്ന വിചാരത്തോടുകൂടെ, എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രം. അത് ശരിയല്ല, ശരിയാവില്ല, കാണ്ടെന്ന് പറയും അല്ലേ. ശരിയില്ല, ശരിയാവില്ല, നടക്കില്ല, നടക്കാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം, ഏത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് എപ്പോഴും പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ വളരുന്നതിന് തടസ്സമായിട്ട്, വിഘാതമായിട്ട് അവർ എപ്പോഴും നിൽക്കുകയും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏറ്റവും ആവശ്യം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മെനക്കെടുത്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരിക്കും, എന്നാൽ ടൈം സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ടായി. അവർ വെറുതെ എന്തെങ്കിലും കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കുന്ന, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ അതിലിടയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളുണ്ട്. സെൽഫ് സെൻട്രിക് എന്ന് പറയും. അവരുടെ കേന്ദ്രം എപ്പോഴും അവർ മാത്രമാണ്. ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കാണാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കേൾക്കാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ മനസ്സിലാക്കാറില്ല, ചുറ്റുപാടും ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പലപ്പോഴും അവർ ചിന്തിക്കാറില്ല. അവർക്ക് അവർ മാത്രമാണ് പ്രധാനം, അവർ മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും കേന്ദ്രമായി വർത്തിക്കുക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ. അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. നിറയെ പേർക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ, ഇപ്പോൾ കൺസ്യൂമറിസത്തെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കാണിക്കാൻ വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി, അവരെ കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ഒരുപാട് സമയവും കഴിവും താലന്തുകളും ചിലവഴിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ചുറ്റും കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രീണിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, പ്രീണിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ അവഗണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ അവഗണിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയമോ കഴിവുകളോ ശേഷികളോ ശേമുഷികളോ ഒന്നും പാഴാക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗമെന്ന് പറയുന്നത് വിക്റ്റിമായിട്ടുള്ള ആളുകളാണ്. യഥാർത്ഥത്തിലുള്ള വിക്റ്റിമുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ രോഗമോ ദുരിതമോ ദുരന്തങ്ങളോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും അവരെ സഹായിക്കുകയും അവരോട് എപ്പോഴും അനുഭാവപൂർണ്ണം ഇടപെടുകയും വേണം. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്, വിക്റ്റിമായിട്ട് അഭിനയിക്കുന്ന ആളുകൾ. എപ്പോഴും എനിക്ക് രോഗമാണ്, എനിക്ക് ദുരിതമാണ്, എനിക്ക് പ്രയാസമാണ് എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുവാനും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നേടുവാനും വേണ്ടി മാത്രമാണ് ഈ വിക്റ്റിമായിട്ട് അവർ അനുഭവിക്കുന്നത്. ഇരവാദമെന്ന് മലയാളത്തിൽ പറയും. വിക്റ്റിമായിട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം അവർക്ക് നേട്ടങ്ങളിൽ, അവരുടെ സ്വന്തം നേട്ടങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ, അതുമാത്രമേ അവർ കാര്യമാക്കുകയുള്ളൂ. മറ്റൊന്നും അവർക്ക് വിഷയമേ അല്ല. അവർ വെറുതെ നിങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ആയിരിക്കും വരിക. അങ്ങനെ വ്യക്തിമായി അഭിനയിക്കുന്ന, യഥാർത്ഥത്തിൽ വ്യക്തിമായി അഭിനയിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഏറ്റവും അവസാനമായിട്ട് ഒഴിവാക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യാശകളെയും പ്രതീക്ഷകളെയും തകർക്കുന്ന, നിങ്ങൾക്കെപ്പോഴും നിരാശയുണ്ടാക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, വളരെ വിഷം നിറഞ്ഞ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കുക. കാരണം അവരുടെ ഒരു ലക്ഷ്യം അടുത്തയാൾ, നിങ്ങളെ മാത്രമല്ല ആരെയായിരുന്നു
അവർ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ശൈലിയും രീതികളും. അങ്ങനെയുള്ള ടോക്സിക് ആളുകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കുക. കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാമെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒഴിവാക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.